ഇന്ന് ലോക മലാല ദിനം. ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ശബ്ദിച്ച നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായിയുടെ ജന്മദിനമാണ് മലാല ദിനമായി ആചരിക്കുന്നത്. ഒരു കാലത്ത് പാകിസ്ഥാനി സ്ത്രീകളും കുട്ടികളും അനുഭവിച്ചിരുന്ന അവകാശമില്ലായ്മയെ തന്റെ വാക്കുകളിലൂടെ ലോകത്തിനു മുന്നിലെത്തിച്ച ധീരയാണ് മലാല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ ലോകശ്രദ്ധ നേടിയ ധീരതയുടെയും സമാധാനത്തിന്റെയും പ്രതീകമാണ് മലാല. പെൺകരുത്തിന്റെ പര്യായമായി ലോകം വാഴ്ത്തുന്ന മലാല യൂസഫ്സായ് ലോകത്തെ അനേകായിരം പെൺകുട്ടികൾക്ക് എന്നും ധൈര്യം പകരുന്ന ഒരു പാഠപുസ്തകം കൂടിയാണ്. ചെറുപ്രായത്തിൽ തന്നെ തന്റെയും സഹജീവികളുടെയും അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തിയ മലാലയുടെ ജന്മദിനമായ ജൂലൈ 12 ഐക്യരാഷ്ട്ര സംഘടന മലാല ദിനമായി ആഘോഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 2013 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഈ ദിവസം മലാല ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അഫ്ഗാൻ സ്വാത് താഴ്വരയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടെ താലിബാൻ ഭീകരരുടെ വെടിയേറ്റ മലാലയ്ക്ക് 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും പേരിലാണ് മലാല അറിയപ്പെടുന്നത്. സ്വാത് താഴ്വരയിൽ താലിബാൻ നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിലെ ജീവിതത്തെ സംബന്ധിച്ച് 2009 11 വയസ്സുള്ളപ്പോൾ BBC-ക്ക് വേണ്ടി എഴുതാൻ തുടങ്ങിയ ബ്ലോഗാണ് അവളെ ആദ്യം ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പിന്നീട് പല പുരസ്കാരങ്ങൾക്കും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലാല പാകിസ്ഥാന്റെ ആദ്യത്തെ ദേശീയ സമാധാന പുരസ്കാരം നേടി. മലാലയോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം 2012 നവംബർ 10 ആദ്യ അന്താരാഷ്ട്ര മലാല ദിനമായി ആചരിച്ചു. ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും ലോകത്തെ മാറ്റാനാകും. ഈ വാക്കുകൾ മതി മലാല എന്ന പെൺകുട്ടിയെ എന്നും ഓർത്തെടുക്കാൻ. ഏതെങ്കിലും കുട്ടിയെക്കൊണ്ട് താലിബാൻ നിയന്ത്രണത്തിലെ സ്വാത്തിനെപ്പറ്റി എഴുതിക്കാമോ എന്ന് ചോദിച്ചു. ഐഷ എന്ന കുട്ടി ഡയറി എഴുതാൻ സമ്മതിച്ചു. എന്നാൽ താലിബാൻ തിരിച്ചടി ഭയന്ന ഐഷയുടെ മാതാപിതാക്കൾ അത് നിർത്തിച്ചു. പിന്നെ സിയാവുദ്ദീനു മുന്നിൽ സ്വന്തം മകളാണുണ്ടായിരുന്നത്. അങ്ങനെ മലാല ഡയറി എഴുതി തുടങ്ങി. 2009 ജനുവരി 3 BBC ഉറുദു ബ്ലോഗിൽ പ്രത്യക്ഷപ്പെട്ട മലാലയുടെ ആദ്യ ബ്ലോഗ് അവളെ പ്രശസ്തയാക്കി. നോട്ട് കൈകൊണ്ട് എഴുതി ഒരു റിപ്പോർട്ടർക്ക് കൈമാറുകയാണ് മലാല ചെയ്തിരുന്നത്. അദ്ദേഹം അത് സ്കാൻ ചെയ്ത് മെയിൽ ചെയ്യുകയായിരുന്നു. മലാലയും ബ്രിട്ടീഷ് പത്രപ്രവർത്തക ക്രിസ്റ്റീന ലാംബും ചേർന്നെഴുതിയ മലാലയുടെ ജീവിത ചരിത്ര കൃതിയാണ് ഞാൻ മലാല. ഈ പുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയോ സ്കൂൾ പുസ്തകശാലയിലേക്ക് വാങ്ങുകയോ ഇല്ലെന്ന് ഓൾ പാകിസ്ഥാൻ പ്രൈവറ്റ് സ്കൂൾസ് ഫെഡറേഷൻ തീരുമാനിച്ചിരുന്നു. പുസ്തകം വിൽക്കുന്ന കടകൾ ആക്രമിക്കുമെന്ന് താലിബാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അവളുടെ അചഞ്ചലമായ ധൈര്യത്തിന് 40-ലധികം അവാർഡുകളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കിങ്സ് കോളേജ് മലാലയ്ക്ക് 2014 ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. താലിബാന്റെ ആക്രമണത്തിന് ഇരയായിടത്തു നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവിലേക്കുള്ള മലാല യൂസഫ്സായിയുടെ യാത്ര അവളുടെ അജയ്യമായ ധൈര്യത്തിന്റെയും പ്രതിബദ്ധതയുടെയും തെളിവാകുന്നു. ലോകത്തെ എല്ലാ കുട്ടികളെയും വിദ്യാലയത്തിലെത്തിക്കാനുള്ള ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യം ഞാൻ മലാല എന്നാണ്. ഓക്സ്ഫഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്വശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തിക ശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ മലാല ബിരുദം നേടിയിട്ടുണ്ട്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന ആവശ്യത്തിൽ അടിയുറച്ചുള്ള പ്രവർത്തനം തുടരുന്ന മലാലയുടെ ലക്ഷ്യം എല്ലാ പെൺകുട്ടികൾക്കും പഠിക്കാനും വളരാനും കഴിയുന്ന ഒരു ലോകം സൃഷ്ടിക്കുക എന്നതാണ്.